പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തില് ഞാൽത്താറയിൽ നടന്ന 10,000 ആരാധനയുടെ യോഗശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ദിവസം ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്, ആശുപത്രി പോകുന്നവരുണ്ട്, പ്രമാണം ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട്, അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നവരുണ്ട്, ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഓരോരോ ക്രയവിക്രയങ്ങൾക്കും ഏജൻസിക്കും ബിസിനസ്സിന് പോകുന്നവരുണ്ട്, വിവാഹകാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്. ഈശോ അവരെ എല്ലാവരെയും അപകടമില്ലാതെ വീട്ടിലെത്തുന്നതിന് വേണ്ടി യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വാർത്തയെ കണ്ടുമുട്ടുന്ന വ്യക്തികളെ അകപ്പെടാതിരിക്കാനും പലതരത്തിലുള്ള ഞെരുക്കങ്ങൾ ചാടാതിരിക്കാനും എടുക്കുന്ന തീരുമാനം കറക്റ്റായിരിക്കാനും കറക്റ്റ് തീരുമാനത്തിൽ നിനക്ക് വിജയം ഉണ്ടാകാൻ പരിശുദ്ധ ദേവമാത നിങ്ങൾ മക്കളെ സർവ്വ പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, let fire fingers suck with the precious blood. Lord, increase His spirit of power and grace. ഇവനെൻ്റെ പ്രിയപുത്രനാണെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് പറഞ്ഞ് സ്വയം ചെറുതാകാൻ പറഞ്ഞു. അതിനാണ് മരുഭൂമിയിലോട്ട് കൊണ്ടുപോകുന്നത്. സ്വയം ചെറുതാകാൻ അവിടെ വായി നോക്കി ആ പലുതാക്കാത്ത വന്ന് ഓരോ കാര്യം പ്രലോഭനം പറഞ്ഞു കൊടുത്തിട്ട് ഇവനെ കൊച്ചാക്കി നോക്കും. പല രീതി കല്ലപ്പം ആകുക, ഇങ്ങനെയുള്ള തരികടപ്പരുടെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഇതിനെല്ലാം കൺഫ്രണ്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ ദേവപുത്രനാണെന്നുള്ളത് ഒരു ആട്രിബ്യൂഷൻ അല്ല, അത് യേശു സ്വയം ആർജിച്ചതാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ പ്രലോഭനത്തിലൂടെ ജയിച്ചിരിക്കുന്നതാണ്. ജയിച്ചു കഴിയുമ്പോൾ പറയാൻ എന്താണെന്നറിയാമോ?
അവൻ ആത്മാവി ശക്തിപ്പെട്ട് ആ മരുഭൂമിയിൽ നിന്ന് പുറത്തേക്ക് യൂദയയിലേക്ക് വന്നു. അപ്പം നിന്നെ മരുഭൂമി കൊണ്ടുപോയതും സ്റ്റാറ്റസ് ലോ ചെയ്യാൻ നോക്കിയതും എന്തിനു വേണ്ടിയാണ്? ആത്മാവിനെ ശക്തിപ്പെടും. ദൈവമേ, നിന്നെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകണം ദൈവം. മരുഭൂമി അനുഭവങ്ങളിലൂടെ നടത്തിപ്പോണം ദൈവം ഉദ്ദേശിക്കേണ്ട ഒരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? 14:14 യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. മനോഹരമാണ് സുവിശേഷം. എന്നെ നിന്നെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് മരുഭൂമിയിലൂടെ കൊണ്ടുപോണത്. മരുഭൂമി നടക്കണത് എന്താണ്? ദൈവപുത്രൻ എന്നുള്ള നിൻ്റെ സ്റ്റാറ്റസ് എവിടെയാണ് നിൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണത്? അന്ന് നീ മരുഭൂമിയിലാണെന്ന് ഓർക്കണം. നീ മരുഭൂമിയിലാണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നീ ആത്മാവ് ശക്തിപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ് സത്യം. ഇതാണ് പ്രോസസ്സിങ് എന്ന് പറയുന്നത്. ഗംഭീര പ്രോസസ്സിങ്ങാണ്. ഇത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യത്തിൻ്റെ പേരിന് കവിത വെട്ടിയാറിൽ നിന്ന് കവിത എന്ന് പറഞ്ഞാൽ നോൺ ക്രിസ്ത്യനാണ്. പക്ഷെ അവർ നോൺ ക്രിസ്ത്യൻ ആണെങ്കിൽ അവരുടെ സാക്ഷ്യങ്ങളെന്ന് പറയണത് അവരിതുപോലെ ഒക്കെ കുറേ പ്രോബ്ലംസാണ്. ഒന്ന്, അവർക്ക് ഒരു സ്ഥലമുണ്ട്. പക്ഷേ രണ്ട് പറമ്പ് ആ പറമ്പിലേക്ക് വഴിയില്ല. അതാണ് പ്രശ്നം. വിൽക്കാനും പറ്റത്തില്ല, പൊറുക്കാനും പറ്റത്തില്ല. അപ്പം ഇവിടെ ഉഴമ്പെടുക്കാൻ നേരത്ത് കവിത കർത്താവെ വിൽക്കാനും പറ്റണില്ല, പൊറുക്കാനും പറ്റില്ല എന്ന് എഴുതി. അപ്പം ഇവര് വഴി കൊടുത്താൽ മതി, പക്ഷെ കൊടുക്കത്തില്ല. വർഷങ്ങളോട് ചോദിക്കുന്നതാണ്, കിട്ടണില്ല. ഇവളുടെ ആസ്തി എന്താണ്? ഇവളുടെ ആസ്തി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ നിഷ്കപടതയാണ്. കർത്താവിൻ്റെ തിരുസന്നിധി എടുത്ത ഉടമ്പടിയിൽ ഈ കവിതയുടെ സാക്ഷ്യം വായിക്കാൻ കേൾക്കാൻ നല്ല രസമാണ്. കവിത ഒരു ദിവസം ഒരു പള്ളിയുടെ വാക്കി കൂടി പോവുകയാണ് രാത്രി. അപ്പോഴുണ്ട് പെരുമഴയത്ത് 2 കെട്ട് കൃപാസനം പത്രം കിടന്ന് കുതിർന്ന് കിടക്കണം. അപ്പം ഇവർ ആ 2 പത്രം വെള്ളത്തിൽ നിന്ന് എടുത്ത് അത് വീട്ടിൽ കൊണ്ടുപോയി അഴയിലിട്ട് ഉണക്കി പഴയതുപോലെ തേച്ച് വൃത്തിയാക്കി എടുത്തിട്ട് ഇവൾ ഓരോ വീടുകളിലും കൊണ്ടുപോയി കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവിന് നിഷ്കാപട്യം പിടികിട്ടി. ഇരുട്ടത്ത് കിട്ടിയ പത്രമല്ലേ, ഇവിടെ ചവിട്ടിപ്പോയാലും ആര് തിരക്കാനാണ്? അത് ഓർക്കണം. ക്രിസ്ത്യൻ പള്ള വാദിക്ക് ക്രിസ്ത്യൻ പത്രം മഴയത്ത് കിടന്ന് രാത്രി നനയുകയാണ്. ഒരു നോൺ ക്രിസ്ത്യൻ ആ പത്രം എടുത്തിട്ട് വീട്ടിൽ കൊണ്ട് ഉണക്കുകയാണ്. സുവിശേഷത്തിൻ്റെ കൈമാറ്റത്തിന് വേണ്ടി ആണ് ഈ പത്രം. അവിടെ അനുഭവങ്ങളിലൂടെ കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയാണ് പത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല മതം മാറ്റമൊന്നുമല്ല, അത് ബോധമില്ലാത്തവന്മാർ പറയണ അതല്ല. ക്രിസ്തു പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. ആ നിത്യതയിലും ഇഹത്തിലും പരത്തിലും ഒക്കെ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അവകാശമാണ് ക്രിസ്തു. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ. പക്ഷെ അതേസമയം തന്നെ ഈ വിഷയം എന്താ ചെയ്തിരിക്കുന്നത്? ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യം ക്രിസ്ത്യൻ പള്ളി ഇരുട്ടത്ത് മഴയത്ത് കിടന്ന് നനഞ്ഞ ഈ പത്രം എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി അഴയിലിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി അത് തേച്ച് കൊണ്ടുകടന്ന് എല്ലാ വീട്ടിലും കൊടുക്കുകയാണ്. ഈ ആളിനോട് ദൈവം എന്ത് ചെയ്യണം? ദൈവം ചെയ്യാനുള്ള മാക്സിമം ചെയ്തു. എന്ത് ചെയ്യുന്നറിയാമോ? പിറ്റേ ദിവസം ഈ 2 വീട്ടുകാരും വർഷങ്ങളായിട്ട് വഴി കൊടുക്കാത്ത 2 വീട്ടുകാരും ഇവിടുത്തെ വീട്ടിൽ വന്നേച്ചും പറഞ്ഞ് ഞങ്ങൾ സ്ഥലം കൊടുക്കാൻ പോകണം, നിനക്ക് വഴി വേണ്ടതെന്നും പറഞ്ഞ് 6 മീറ്റർ വഴി നീളത്തിലുള്ള വഴി 2 പേരും കൂടി കൂടുതൽ പോയി. അതാ വിഷയം. കാപട്യമില്ല എന്നുണ്ടെങ്കിൽ സത്യസന്ധമായ ഡീലിങ് നമ്മൾ ദൈവത്തോട് നടത്തി. ഇപ്പം നമുക്കെല്ലാം പറ്റുന്ന വിഷയം വെച്ചാൽ ദൈവം ആദ്യം അത്ഭുതം കാണിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അത് കാപട്യമാണ്. ദൈവം ആദ്യം അത്ഭുതം കാണിച്ചിട്ട് നീ ഉടുത്ത് കെട്ടി ഇറങ്ങാമെന്ന് പറയണതിന് പിന്നിൽ ഒരു കാപട്യമുണ്ട്.
ഇത് ദൈവം വെച്ച് പൊറപ്പിക്കത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ രീതി എന്താണ് വെച്ചത്, കർത്താവ് ചെയ്യാനുള്ളത് ആദ്യമേ ചെയ്തു കഴിഞ്ഞു. കുരിശിലെ മരണവും വീണ്ടെടുപ്പും ഇനി നമ്മുടെ ഓപ്ഷൻസാണെല്ലാം. അത് കർത്താവിൻ്റെ പീഡാനുഭവത്തിലുള്ള പ്രഖ്യാപനമായാലും ഉയർപ്പിലുള്ള വിശ്വാസമായാലും വരെയുള്ള കാത്തിരിപ്പായാലും എല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ല ഇനിയും ദൈവം ചെയ്യട്ടെ എന്നതിന് അതിനകത്ത് ലോജിക്കില്ല ശരിക്കും പറഞ്ഞാൽ. പണ്ട് എല്ലാ കാര്യങ്ങളുടെ കാര്യത്തിലും ഞാൻ അച്ഛൻ്റെ വർത്തമാനമൊക്കെ നിങ്ങൾ മക്കൾ കേട്ടതിന് ശേഷം, മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളിത് പൊളിച്ചെഴുതണം. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് അനുകൂലമായ രീതിയിൽ പൊളിച്ചെഴുതി നിങ്ങൾ വീണ്ടെടുപ്പിൻ്റെ വലിയ കൃപ ധരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോസ്തലപ്രവർത്തനങ്ങൾ 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പൊ സാക്ഷികളായിരിക്കണം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അതിർത്തികൾ വരെയാണ്. എന്നുവെച്ചാൽ ആഫ്രിക്ക വരെയാണോ അത് അന്റാർട്ടിക്ക വരെയാണോ? അല്ല, നമ്മുടെ ഭൂമിയുടെ അതിർത്തികൾ വരെ. നമ്മുടെ ഭൂമി എപ്പോഴാണ് തീരണത്? നമ്മുടെ ഭൂമി നമ്മൾ ഓർമ്മക്കുറവ് വന്ന് കിടപ്പിലാകുമ്പോൾ നമ്മുടെ നടപ്പ് തീരും. നമ്മുടെ നടപ്പ് എപ്പോൾ തീരുന്നു? അതാണ് നമ്മുടെ ഭൂമിയുടെ തീർച്ച. നമ്മുടെ ആയുസിൻ്റെ അറുതി വരെ നിങ്ങൾ എനിക്ക് ഓർമ്മയുള്ളിടത്തോളം കാലം എന്ന് എൻ്റെ അർത്ഥം. ഓർമ്മ ഉള്ളിടത്തോളം കാലം, നടക്കാൻ പറ്റുന്നിടത്തോളം കാലം നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും എന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഓർമ്മയുള്ളിടത്തോളം കാലം, നടക്കാൻ പറ്റുന്നിടത്തോളം കാലം അങ്ങയുടെ സാക്ഷിയായി ജീവിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഒരു ഗ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ കാഷ്വാലിറ്റി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ വിശ്വാസിയാണോ ഇല്ലയോ എന്നറിയത്തുള്ളൂ. ഇപ്പം സൗമ്യ ഒരു വിശ്വാസിയാണ്. എങ്ങനെ? ദൈവം മുദ്ര വെച്ച വിശ്വാസിയാണ്. വിശ്വാസികൾ എനിക്ക് തോന്നുന്നത് എൻ്റെ അനുഭവത്തിൽ 2 തരമാണ്. മുദ്ര വെച്ച വിശ്വാസികളും ഒരു മുദ്രയും ഇല്ലാത്ത വിശ്വാസികളാണ് എന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിത വിശ്വാസികളും. സ്വയം പ്രഖ്യാപിത വിശ്വാസികൾ സഭയിൽ 80%. സ്വയം പ്രഖ്യാപിത വിശ്വാസികൾ സഭയിൽ 80%. ദൈവം അംഗീകരിച്ചത് ഒരു 20% കാണുമായിരിക്കും. എന്താണ്? സൗമ്യ എന്താ പറയണത്? ഡോക്ടർ കൈ ഒഴിഞ്ഞു, ഇവൾക്ക് മുടന്താണ്, അവളുടെ കൊച്ചിൻ്റെ വയറ് കുടല് ചങ്കിൽ കയറിയിരിക്കുകയാണ്, അത് കൊച്ചു ചത്തുപോകുമെന്ന് പറഞ്ഞ് ഭർത്താവും അവളെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ് ഇതിന് നമുക്ക് കളയാമെന്ന് പറഞ്ഞ് ഇവളെ കളയാതെ, പക്ഷെ അവളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അവൾ പറയണേ എനിക്ക് ഒത്തിരി കസിൻസ് ഉണ്ടെന്നാണ് പറയണത്. എനിക്കൊത്തിരി കസിൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴ് ആരും ഈ ഒരു വിഷയത്തിൽ എനിക്കൊരു നല്ല വാക്ക് പറയാൻ പോലും ആരുമില്ല. എന്താ കാര്യം? ഇവള് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണിത്. ഈ കുരിശ് ആരുണ്ടാക്കി അവിടെ പെടലേക്ക് വെച്ച് കൊടുത്തതല്ല. ഈ കുരിശ് ഇവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. ഡോക്ടറും പറഞ്ഞ് ഭർത്താവും പറഞ്ഞ് ഈ കുരിശ് ഒഴിവാക്കാം. പക്ഷേ ഇവള് ക്രിസ്തുവിനെ പ്രതി മാത്രമാണ് ഇപ്പോൾ ഈ കുരിശ് എടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആരും അവളെ കൺസോൾ ചെയ്യാനില്ല. അവർ പറഞ്ഞു എനിക്ക് ഒത്തിരി കസിൻസ് ഉള്ളതാണ്, എല്ലാ കാര്യത്തിനും അവരെന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഇപ്പോഴ് പൊടി പോലും ഇല്ലാതെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ പോലെയാണ്. കസിൻസിൻ്റെ പൊടി പോലും ഇല്ല, അവർ വിളിച്ചു പോലും ചോദിക്കണില്ല. എൻ്റെ അമ്മേ, ഈ കാലത്ത് ഏറ്റവും വലിയ ഒരു ദുരിതം എന്ന് പറയുന്നത് ആരും വിളിച്ചു ചോദിക്കാനില്ലാത്തതാണ്. പണ്ട് നമ്മുടെ വീട്ടിൽ വരണമായിരുന്നു അല്ലേ? വണ്ടി ഒന്നും ഇല്ലാഞ്ഞ കാലത്ത് ആൾക്കാർ കാൽനട നടന്നാണ് പോണത്. അപ്പോൾ അത്യാവശ്യ കാര്യത്തിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ മരണത്തിന് അത്യാവശ്യം എന്നാണ് പറയണത്, ആവശ്യമെന്നാണ് പറയണത്. മരണമല്ലാതെ വേറെ ഒന്നും ആവശ്യമില്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു നാട്ടുഭാഷയാണ്. എവിടെ പണ്ടൊക്കെ ഒരു മരിപ്പ് നടന്ന ഉടനെ ഒരാളെ കുറേ കുറിയും കൊടുത്ത് വിടും. അയാൾ നടന്നു പോയി, എൻ്റെ കുഞ്ഞു 60കളിലൊക്കെ ഓരോ നാടുകളും അറിയിക്കാൻ പോകും. അപ്പോൾ അവർക്ക് കുറച്ച് പൈസയും കുറച്ച് കവറും കൂടി കൊടുത്തു വിടും. അങ്ങനെ കൊടുത്തു വിട്ട് ഇവർ ഞങ്ങളുടെ തെക്കൻ നാട്ടിലും വടക്കൻ നാട്ടിലൊക്കെ പോയി അറിയിക്കും. അപ്പോൾ അങ്ങനെ അറിയിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു കൊടയ ഉണ്ടാകും. അത് പ്രായമായ ഒരു മനുഷ്യനും കുറച്ച് ഒരു മധ്യവയസ്കനായിരിക്കും. അപ്പോൾ എന്താ പറയണത്? ആവശ്യത്തിന് പോയെന്നാണ് പറയണത്. ആവശ്യം വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ മരിപ്പ് വരണമെങ്കിൽ ആവശ്യം വന്നു. അന്നത്തെ കാലത്ത് വണ്ടിയും കാറൊന്നും ഇല്ലാത്ത കാരണം ആവശ്യം ഒന്നേ ഉള്ളൂ, മരിപ്പ് അറിയിക്കുകയാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതുകൊണ്ട് ആ വിഷയത്തിന് ആവശ്യം എന്നാണ് മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരുന്നത്.
നമുക്കിപ്പോൾ ഓർക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആ വാക്ക് തേഞ്ഞു മാഞ്ഞു പോയി. അത് ഉപയോഗിക്കണ തലമുറ മൺമറഞ്ഞു പോയി. ആവശ്യത്തിന് പോയെന്ന് ഉപയോഗിക്കണ തലമുറ എനിക്ക് തോന്നുന്നത് ഒരു 70-75 കൂടി അത് ആ തലമുറ മറന്നുപോയി. ഇന്ന് മരണ അറിയിപ്പം തന്നെ പറയണത്. പക്ഷേ മരണ അറിയിപ്പൊന്നും ആരും പോയി അറിയിക്കാറില്ല, വിളിച്ച് പറയാറേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ കാലത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വിളിച്ച് പറഞ്ഞില്ല. നിങ്ങളെന്നെ വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്നാണ് നമ്മളെ കുറ്റപ്പെടുന്നവർ ചോദിക്കണം. നിങ്ങളെന്നെ വിളിച്ച് പറഞ്ഞോ? അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് നമുക്കറിയാം. പക്ഷേ അവരിപ്പം നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടി കാര്യം കണ്ടുപിടിക്കുകയാണ്. എന്താണ്? നിങ്ങളെന്നെ വിളിച്ച് പറഞ്ഞില്ലല്ല, വിളിച്ച് പറഞ്ഞിട്ടെങ്കിൽ ഞാൻ ഒലക്ക കൊണ്ട് പുട്ടുകുടുത്തി തന്നേനെന്ന് പറയും. വെറുതെ പറയണത്, ഒന്നും ചെയ്യത്തില്ല. വിളിച്ച് പറഞ്ഞിട്ടെങ്കിൽ പിന്നെ അത് നമ്മളെ നാറ്റിക്കാൻ വേണ്ടി വേറെ കേസായി മാറിയണത്. അത് ചുമ്മാ നമ്മളെ കുറ്റം. ഇതാണ് ജഡിക മനുഷ്യൻ എന്ന് പറയും. പിന്നെ വേറെ ഒരു വർത്തമാനം എന്താ പറയണത്? വിളിച്ച് പറയണതും അതുപോലെ തന്നെ വിളിച്ച് ചോദിക്കണതും. നമ്മളുടെ കിടപ്പിലായി കഴിഞ്ഞാൽ ആദ്യം പടപടാന്ന് പലരും വിളിച്ച് ചോദിക്കും. ആദ്യത്തെ ആഴ്ച കുറേ 50 പേര് വിളിച്ച് ചോദിക്കും. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിളിച്ചു ചോദിക്കുന്നവരുടെ എണ്ണം 10 കുറയും. പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ വിളിച്ചു ചോദിക്കുന്നവരുടെ എണ്ണം 1 കുറയും. പിന്നെ അപ്പോൾ 2 ആഴ്ചത്തെ ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉള്ളുകേട്ടാ. നിങ്ങൾ ആനക്കാരിയൊന്നും പറഞ്ഞുകൊണ്ട് തലയെ ചുമന്നുകൊണ്ട് കുറേ കണ്ടമറകൾ നടക്കണില്ലേ കർത്താവിനേക്കാൾ വലിയ ആൾക്കാരായിട്ട്? വെറും 2 ആഴ്ച ആയുസ് മാത്രമേ ഇവന്മാർക്കുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 2 ആഴ്ച കഴിയുമ്പോൾ അവസാനം വിളിച്ച ആളും 3 പ്രാവശ്യം കൊണ്ട് വിളിച്ചിട്ട് അവസാനിപ്പിക്കും. വിളിച്ച് ചോദിക്കാൻ ആരുമില്ലാത്തൊരാളായിട്ട് നിങ്ങൾ മാറുമ്പോഴും നിങ്ങൾ വിളിച്ചു ചോദിക്കാൻ ഒരാളുണ്ടായിരിക്കും. ശ്രുതികട ഹല്ലേലൂയ. ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തലേ ചുമന്ന് നടക്കുന്ന പിണ്ണാക്ക് ചാക്കുമൊക്കെ ഇറക്കി താഴെ വെക്കണം. ഞാൻ ബന്ധുക്കളാണ്, സ്വന്തപ്പെട്ടവരാണെന്നൊന്നും പറയണില്ല. ദൈവത്തെക്കാൾ പ്രാധാന്യം ആർക്ക് നിങ്ങൾ കൊടുത്താലും അത് നനഞ്ഞ പിണ്ണാക്കും ചാക്കാണ്. 3 മാസം കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളോട് വിളിച്ച് ചോദിക്കത്തില്ല. നിന്നെ വിളിച്ച് ചോദിക്കാനുള്ള അവസാനത്തെ ആളും നിന്നെ കൈവിട്ടാലും നിന്നെ വിളിച്ച് ചോദിക്കുകയും നീ ഇനി ഒടുവിൽ ഒരു കണ്ണീരായി നിന്റെ അന്ത്യയാത്രയ്ക്ക് പോകുമ്പോഴും ഒരു മനുഷ്യൻ അവിടെ കൈയും കാണിച്ച് നിൽക്കുന്നുണ്ടാകും. അവൻ്റെ കയ്യൊരു അണിപ്പഴുതുണ്ടാകും. അവൻ്റെ പേരാണ് ക്രിസ്തു. കൈയടിച്ച് ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞാൻ ഒരു ദിവസം താബോർ മലയുടെ മുകളിൽ നിൽക്കുകയായിരുന്നു. വിശുദ്ധ നാട്ടിൽ പോയപ്പോഴും എനിക്ക് ഏറ്റവും കൊതിയോടെ ഞാൻ കയറിപ്പോയൊരു മലയാണ് താബോർ മല. കുറേ ജീപ്പിൽ പോകാം, പിന്നെ നമുക്ക് നടന്നു പോകാം. നടന്നു പോണത് വല്ലാത്ത എക്സ്പീരിയൻസാണ്. കാര്യം നടന്നു പോകണമെങ്കിൽ ചങ്ങലവട്ട കയറി നമ്മൾ പോകുമ്പോൾ 1 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. ചില സമയത്ത് വഴി നേരെ വരും, ചില സമയത്ത് വഴി വളഞ്ഞു വരും, ഇങ്ങനെ വരും. അപ്പോൾ ഈ നടന്നു പോകുമ്പോൾ നമ്മൾ കർത്താവ് രൂപാന്തരപ്പെട്ട ആ ഒരു തനത് ഇടത്തിലേക്ക് നമ്മൾ പോവുകയല്ലേ. നമ്മളും നടന്ന് ചെല്ലുമ്പോൾ നമ്മളൊരു പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ഫീലിംഗ് ഉണ്ടാകും. ഇപ്പോൾ ഞാനിങ്ങനെ താബോർ മലയിൽ 1.5 മണിക്കൂർ ഞാൻ അവിടുത്തെ കാറ്റും കൊണ്ട് കർത്താവ് നടന്ന സ്ഥലങ്ങളൊക്കെ പ്രാർത്ഥിച്ച്, ഞാൻ എൻ്റെ കൂടെ 5-8 പേരൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ കൂടെ ഒന്നും കൂടിയിട്ടില്ല. ഈ 10 ദിവസം കൂടിയില്ല. അവിടെ അടുത്തൊക്കെ എൻ്റെ പരിസരത്തും കാണപ്പെട്ടതൊക്കെ അവരുണ്ടാകും. പക്ഷേ ഞാനെപ്പോഴും കർത്താവിൻ്റെ കൂടെ തന്നെയായിരുന്നു, പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഈശോനെക്കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും. അതുകൊണ്ടാണ് ഈജിപ്തിൽ വെച്ച് അമ്മ എൻ്റെ വായിൽ കൈയിട്ടത്. ഞാൻ അവിടെ പോയ സുറായൊക്കെ പറഞ്ഞ് നടന്നിരുന്നെങ്കിൽ ദൈവം എന്നെ മൈൻഡ് ചെയ്യാത്തയാൽ. ദൈവം മൈൻഡ് ചെയ്യണം മക്കളെ. അതിന് ജനക്കൂട്ടത്തെ ഒഴിവാക്കണം. ഞാനിപ്പോൾ 38 കൊല്ലമായി അച്ഛനായിട്ട്. എനിക്ക് മനസ്സിലായിരിക്കണത് ഏറ്റവും വലിയ ശത്രു ജനക്കൂട്ടമാണ്. എന്ന് വെച്ചാൽ നിൻ്റെ കൂടെ വെറുതെ കൂടിയിരിക്കുന്ന കുറേ ആൾക്കാർ, ഒരു കഥയുമില്ലാതെ അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട അവരുടെ ദൗത്യം എന്ന് പറയുന്നത് നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുക മാത്രമാണ്. അവിടെ വ്യാജ ഉപദേശങ്ങൾ, അവർ നമ്മൾക്ക് തരുന്ന അപ്പോയിൻമെൻറ്റുകൾ, അവിടെ നമ്മളെ ഓക്യുപ്പൈ ചെയ്യുന്ന മാർഗങ്ങൾ എല്ലാം പൈശാചികമാണ്. നമുക്ക് തോന്നും അത് ഭയങ്കര സൗഹൃദപരമാണല്ലോ എന്ന്. ഒരു കഥയുമില്ല. കരിയുമ്പോൾ വിരകാൻ കയ്യിലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കയ്യിലും കരിഞ്ഞു പോകും. കർത്താവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ശ്രുതികട ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യത്തിന് ഞാനിങ്ങനെ താബോർ വരെ നിൽക്കുമ്പോൾ എനിക്ക് അവിടുത്തെ ടോപ്പോഗ്രഫിയെ കുറിച്ച് ഏറെക്കുറെ ഒരു ധാരണ ഉണ്ട്. കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടും നോക്കുമ്പോൾ താബോർ മലയിൽ നിന്ന് തെക്ക് കിഴക്കോട്ട് നോക്കുമ്പോൾ ഹെർമോൺ മലയാണ്. ഒരു ക്യാൻവാസിൽ മല വരച്ചതുപോലെ തോന്നത്തുള്ളൂ നമുക്ക്. പക്ഷെ അവിടെ മഞ്ഞ് പെയ്യുന്നത് മനസ്സിൽ എവിടെയോ കുളിര് കോരുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. കാര്യം വി ആർ ഇൻ അനോയിൻറ്റിങ് സ്റ്റേജാണ്. അതിൻ്റെ വലതുവശത്തേക്ക് നോക്കുമ്പോൾ നായും പട്ടണത്തിൽ നിന്ന്
വരുന്നൊരു വഴിയാണ് താഴ്വാരങ്ങൾ കാണുന്നത്. നൈം പട്ടണത്തിലെ ആ വഴിയിലൂടെ ഒരിക്കലൊരു ശവവും വഹിച്ചുകൊണ്ട് ഒരു ചേടത്തി കരഞ്ഞുകൊണ്ട് വന്ന കാര്യം നമ്മളല്ലാതെ ഓർത്ത് പോകടിക്കുമ്പോൾ അപ്പോഴുണ്ട്. അത് കരഞ്ഞുകൊണ്ട് ഒരു വിധവ അവൻ്റെ മകനെ, ഒരേ ഒരു മകൻ്റെ ശവം അടക്കാൻ വേണ്ടി ഈ വഴിയിലൂടെ പോകുമ്പോഴേ കർത്താവ് ഈ ശവപ്പെട്ടിക്കും ഈ കണ്ണീരിനും കൈ തടയിടും. അതൊരു വല്ലാത്ത സുവിശേഷമാണത്. എന്നിട്ട് എങ്ങനെയാണ് തടയിടണത്? അതൊരു വിധവയാണെന്ന് അവൻ അറിഞ്ഞു. പിന്നെ എന്താണ് അവൻ അറിഞ്ഞത്? അവളുടെ ഏക സന്താനമാണ് ആ മരിച്ചു കിടക്കണമെന്നാണ് അറിഞ്ഞത്. പിന്നെ എന്താണ് അറിഞ്ഞത്? ഇവൻ മറം പറഞ്ഞാൽ അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആരുമില്ലെന്ന്. അങ്ങനെ 3 അറിവുകളാ ഈ കൈ തടയിടാൻ വേണ്ടി അവന്. അതാണ് ക്രിസ്തു എന്ന് പറയണത്. ഇതുപോലെ ആരുടെ ജീവിതം നശിച്ചു പോകുന്നുവോ അവിടെ നമ്മുടെ കൈ തടയിട്ടാൽ ആ സമയത്ത് നീയും ഞാനും ക്രിസ്തുവാകും. അതാണ് ഈസ്റ്ററിന്റെ ലക്ഷ്യം. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇതാണ് എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റൻസ് ഓഫ് ലൈഫ് എന്ന് ഞാൻ പറഞ്ഞത്. ജീവിതത്തിന്റെ വിശേഷ വിധിയായ സമയം. ഇവിടെ വിധവയ്ക്കൊന്നും ചെയ്യാനില്ല, ഇനി മരിച്ചു കിടക്കുന്ന മകനും ഒന്നും ചെയ്യാനില്ല. ഇനി ഇവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിന്റെ ബന്ധുക്കൾക്കോ സ്വന്തപ്പെട്ടവർക്കോ സുഹൃത്തുക്കൾക്കോ ഒന്നും ഇവിടെ ചെയ്യാനില്ല. ഇവിടെ ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ നിയോഗത്തിൻ്റെ ഒരു സ്വാഭാവികത അതാണ്. ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ദൈവം അത് നിനക്ക് വേണ്ടി ചെയ്തിരിക്കും. നീ പറഞ്ഞാലും ഇല്ലെങ്കിലും, നീ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും. അപ്പം ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദൈവത്തെയാണ് നമ്മൾ നിസ്സാര കാര്യങ്ങൾക്കും നിസ്സാര വ്യക്തികൾക്ക് കൊടുത്ത പ്രാധാന്യത്തെ ഓർത്തുകൊണ്ടും ഈ ദൈവത്തെയാണ് നമ്മൾ ഒഴിവാക്കിയത്. നിന്റെ അന്ത്യയാത്രയിൽ പോലും ഒഴിവാക്കാത്ത നിന്റെ ദൈവത്തെ നീ നിസ്സാരന്മാർക്ക് വേണ്ടി ഒഴിവാക്കിയെങ്കിലേ അതിനേക്കാൾ എന്ത് നിറവുകേടാണ് ഈ ലോകത്തുള്ളത്. പ്രാർത്ഥിക്കുക, കർത്താവേ, ആരെല്ലാം നിന്നെ ഒഴിവാക്കിയാലും നിന്നെ കുറിച്ചുള്ള സത്യം ഗ്രഹിച്ചിരിക്കുന്ന ഞാൻ നിന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അന്ത്യം വരെ നിന്റെ സാക്ഷിയാകാൻ, സാക്ഷി ജീവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. പരമദിവ്യകാരുണ്യത്തിന് എന്റെ പ്രിയപ്പെട്ടവനെ. എന്നിട്ട് ഈ കസിൻസ് എല്ലാ കാര്യങ്ങളും അവരെ കുറ്റം പറയല കേട്ടോ. അവർക്ക് ഈ പാവപ്പെട്ട മുടന്തി എന്തിനാണ് ആവശ്യമില്ലാത്ത വയ്യാവേലികളെല്ലാം ഭരിച്ച് തലകിട്ടിയത്? അവൾക്കിത് ഒഴിവാക്കാമായിരുന്നതല്ലേ? പിന്നെ എന്തിനാണ് സ്വന്തമായിട്ട് ഇത് ഏറ്റെടുത്തിരിക്കണമെന്നുകൊണ്ട് കസിൻസ് ഒന്നും വിളിക്കാതെ? ചിലപ്പോൾ ഇവളുടെ സങ്കടം കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ വിളിക്കാതിരിക്കാം. അങ്ങനെ വിളിക്കാതിരിക്കും ജനങ്ങൾ. പിന്നെ ഇങ്ങനെ ആവലാതിയല്ലേ കേൾക്കേണ്ടെന്ന് വിചാരിച്ചാണ്ട് വിളിക്കത്തില്ല. അപ്പം അങ്ങനെ മനുഷ്യൻ ഇങ്ങനെ അവരുടെ ഭാരം കൂടുമ്പോൾ ആ ഭാരം അവർ ഇറക്കി വെച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ ചുമലിന്ന് നീ അവലംബം വെച്ചിരിക്കുന്ന ആൾക്കാരെ ഇറക്കി വെക്കുമെന്ന് അറിയണം. അതാണ് ഏറ്റവും വലിയ അറിവെന്ന് എനിക്ക് തോന്നുന്നത്. നീ ചുമന്നുകൊണ്ട് നടക്കുന്നവരെ ഇന്നല്ലെങ്കിൽ നാളെ ആഘോഷമായി നിന്നെ ഇറക്കി വെക്കുന്ന ഒരു കാലമുണ്ടാകും. കർത്താവിനും അറിയാമായിരുന്നു ഇറക്കി വെക്കുമെന്ന്. ചുമ്മാ ഗുരുവെന്നൊക്കെ വിളിച്ച് പരുവെന്നൊക്കെ വിളിച്ച് നടക്കണ വെറുതെയാണെന്ന് അറിയാമായിരുന്നു. നിങ്ങളെന്ന് ഇങ്ങനെ വിളിക്കും, പക്ഷെ തങ്ങളുടെ വഴിക്ക് നിങ്ങൾ പോകും. തന്താങ്ങളുടെ വഴി എന്ന് പറഞ്ഞ് ബൈബിൾ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, വല്ലാത്ത വാക്കാണ്. നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിക്കുമെന്നും തന്താങ്ങളുടെ വഴിക്ക് പോകുമെന്ന്. യോഹന്നാൻ 16:32. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താങ്കളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല. കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. ഇതൊരു ഭയങ്കര മിസ്റ്റേക്കൺ ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഈശോയുടെ ഉപരി മനുഷ്യത്വത്തിലെ ഒരു മങ്ങിയ കാഴ്ച പോലെ ഈശോ കണ്ട ഒരു കാര്യമാണ്. എല്ലാവരും ഈശോനെ അങ്ങ് വിട്ടിട്ട് പോകുന്നു തന്താങ്ങളുടെ വഴി. അപ്പോൾ ഓരോരുത്തർക്കും നീ ചുമന്നുകൊണ്ട് നടക്കുന്ന എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തന്താങ്ങളുടെ ഒരു വഴിയുണ്ടെന്ന് വിചാരിച്ചോ. ആ വഴി വ്യക്തമായിട്ട് തെളിഞ്ഞ് എപ്പോൾ വരുന്നു അപ്പം അവർ നിന്നെ ഉപേക്ഷിച്ചിരിക്കും. അതാണ് തന്താങ്ങളുടെ വഴി. ഇപ്പം കൂടെ കൂട്ടിക്കുന്ന ആൾക്കാർക്ക് അവരുടെ തന്താങ്ങളുടെ വഴി തെളിയാത്ത കൊണ്ടാണ് അവർ നിന്നെ ചുറ്റിപ്പറ്റി നടക്കണത്.
അതാണ് ഈശോ പറഞ്ഞത്. നിങ്ങൾ 16:32 നിസ്സാര വചനമല്ല. നിങ്ങൾ ആരിലാണ് ആശ്രയം വെച്ചിട്ട് നോക്കണം. അതായത് ഈവൻ ഈശോ അല്ലാതെ ഇത് ഇത്രയും വെട്ടിമുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. എന്നെക്കാൾ ഉപരി ഭർത്താവിനെ സ്നേഹിക്കുന്നവൻ ഐ ഡോണ്ട് വാണ്ട്, എനിക്ക് വേണ്ടെന്നാ പറഞ്ഞത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 10:37. മത്തായി സുവിശേഷം 10:37 വാക്യം. എന്നേക്കാൾ അധികം പറഞ്ഞേ, എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. അപ്പൊ കുരിശാണ് പ്രശ്നം. കർത്താവിന് യോഗ്യമാകുന്നത് ആരാണ്? കുരിശാരാണ് എടുത്തിരിക്കുന്നത്? നമുക്കൊരു ഭാര്യയുണ്ട്, നമുക്ക് ഭർത്താവുണ്ട്. ഇപ്പൊ ഭർത്താവിനെയൊക്കെ വർഷങ്ങൾ പരിചരിക്കണ ഭാര്യമാരില്ലേ, ഒരു കുരിശിനെ പരിചരിക്കണവര്. നമുക്ക് അധികം ബന്ധമില്ലാത്ത ഭർത്താവിൻ്റെ അപ്പനെ, അത്രയും ബന്ധമില്ല, ഭർത്താവിനോടും ബന്ധമില്ലാത്ത ഭർത്താവിൻ്റെ അപ്പനെ ഒരു പ്രഷർ രോഗിയെ പരിചരിക്കുന്ന മരുമക്കളില്ലേ, അവരെന്താ ധരിക്കണത്? അവരുടെ കുരിശ് എടുത്തിരിക്കുകയാണിത്. ക്രിസ്തു ഈ ലോകത്ത് വന്നത് സഹനങ്ങളെ സ്വന്തമാക്കി ദൈവത്തെ നമുക്ക് അവകാശമാക്കാനാണ്. കൈയിടിച്ച് കർത്താവ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ നമ്മൾ ക്രിസ്തുവുമായി കൺഫ്രണ്ട് ചെയ്യുമ്പോൾ, അവനുമായി ഈ ജന്മത്തിന് ഒരു സമയം കുറിച്ച് കഴിയുമ്പോൾ, നമ്മൾക്ക് മുമ്പേക്ക് നടക്കുന്ന പരീക്ഷ ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്? അവന് നമ്മളെ യോഗ്യമാണോ യോഗ്യമല്ലയോ? അവന് നമ്മളെ യോഗ്യമാണെങ്കിൽ എന്ത് ചെയ്യണം? അവൻ്റെ പേരിലുള്ള നമ്മുടെ സ്വന്തം കുരിശുണ്ട്, അത് അവൻ്റെ പേരിലാക്കി എടുത്തിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മുടെ സ്വന്തം കുരിശ്. ഇപ്പം നിങ്ങളുടെ സ്വന്തം കുരിശ് നിങ്ങളുടെ നടുവേദനയെന്ന് വിചാരിച്ചോ? നിങ്ങളുടെ സ്വന്തം കുരിശ് നിങ്ങളുടെ മെനിഞ്ചൈറ്റിസ് ആണെന്ന് വിചാരിച്ചോ? നിങ്ങളുടെ സ്വന്തം കുരിശ് നിങ്ങളെ ഉറക്കമില്ലാത്ത അവസ്ഥയാണെന്ന് വിചാരിച്ചോ? അത് മാറ്റിത്തരണമെന്ന് പറഞ്ഞുകൊണ്ട് പിച്ചുമ്പയും പറഞ്ഞുകൊണ്ട് രാത്രി മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്തുമാത്രം മനുഷ്യർ നേരം വിളിപ്പിക്കുന്ന. പക്ഷെ ഒരു നിമിഷം നിങ്ങൾ പറയണം, കർത്താവ് ഇതെൻ്റെ കുരിശാണ്, ഇതിപ്പോൾ ഞാൻ നിൻ്റെ പേരിലേക്ക് പ്രമാണം ചെയ്ത് തരുന്നു, ഇത് നിൻ്റെ കുരിശാണ്, ഞാൻ നിൻ്റെ പേരിൽ ഇത് എൻ്റെ സ്വന്തമായിട്ട് ഞാൻ ചുമക്കുന്നു എന്ന് പറഞ്ഞാൽ യു ആർ ബെയറിംഗ് ജീസസ്, യു ആർ ക്രിസ്തുഫൈഡ്. നിങ്ങൾ കർത്താവിനെ വഹിക്കുന്നവരാവും. കൈയിടിച്ച് കർത്താവ് പരമ ദിവ്യകാരുണ്യത്തിന് വളരെ ഇന്റിമസി ആയിട്ട് കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു രീതിയാണ് നിലവിലുള്ള സ്വന്തം കുരിശിനെ ക്രിസ്തുവിൻ്റെ പേരിലാക്കിയിട്ട് ക്രിസ്തുവിനെ വഹിക്കുന്നത് പോലെ അത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതികൾ. ഇവരാണ് ആര്? എനിക്ക് യോഗ്യൻ എന്ന് പറയണത്. കർത്താവ് എനിക്ക് യോഗ്യതയുള്ളവരും യോഗ്യതയില്ലാത്തവരും തമ്മിൽ ഈശോ തിരിക്കുന്നുണ്ട്. എന്നെ പ്രതി കുരിശിനെ, ക്ലേശങ്ങളെ ഏറ്റെടുക്കുന്നവൻ എനിക്ക് യോഗ്യനെന്ന് പറയുമ്പോൾ, ക്രിസ്തുവിനെ അത്ര കണ്ട് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ നമുക്കറിയാമല്ലോ ക്രിസ്തുവിനെ പ്രതി എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു പ്രാവശ്യമെങ്കിലും ദൈവത്തെ ഏറ്റെടുക്കണ ഒരു സമയം നിനക്ക് തന്നാൽ നീ അത് നഷ്ടം സഹിച്ച് ഏറ്റെടുത്തിട്ട് കർത്താവിൻ്റെ യോഗ്യതാ ലിസ്റ്റിൽ നീ പ്രവേശിക്കണം. ഭയങ്കര പാടാണ്. ഇറ്റ് ഈസ് നോട്ട് ഈസി ദാറ്റ് വി തിങ്ക്. നമ്മൾ പറയും ക്രിസ്ത്യൻസ് ആണല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന്, നോൺ ക്രിസ്ത്യൻസ് ആണെങ്കിലും കൃപാസനത്തിൽ വന്ന് വചനം കേൾക്കുന്നവരാണല്ലോ എന്നൊക്കെ പറഞ്ഞാലും ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി ടു ബി എ മെമ്പർ ഓഫ് ദി ഇന്നർ കോർ. കർത്താവിൻ്റെ യോഗ്യതാ ലിസ്റ്റ് പ്രവേശിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസോൺ ചെയ്യുന്ന, എല്ലാവരും കൈയൊഴിയുന്ന സമയത്ത് ആരാണ് നമ്മളെ സഹായിക്കുന്നത്? അങ്ങനെ എല്ലാ കസിൻസും കൈയൊഴിയുന്ന സമയത്ത് ഈ സൗമ്യയ്ക്ക് ഒരു മെൻറ്റർ കിട്ടും. അവളുടെ പേരാണ് ദിവ്യ. എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ദിവ്യയെ വിളിക്കും. സൗമ്യ ഇപ്പം എന്താ, ഭർത്താവും പറഞ്ഞ് അബോർഷൻ ചെയ്യാൻ കസിൻസും ആരുമില്ല, താനുമുണ്ട്, തൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുമുണ്ട്, അതിൻ്റെ ചങ്കിലേക്ക് കുടൽ കയറിയിരിക്കണം, അത് ചാകാൻ പോകണം, ചിലപ്പോൾ താനും ചാകും. തനിക്ക് കുഞ്ഞിനെ കളയാൻ ഇഷ്ടവുമില്ല. കർത്താവിൻ്റെ നാമത്തിൽ കുഞ്ഞിനെ അവൾ ഏറ്റെടുത്തിരിക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് കൊണ്ട് അവളും ഉണ്ട്. അവൾ വിചാരിക്കണ കർത്താവിനെ കാണാനുമില്ല, വിശ്വാസമാണ് മാത്രമേ ഉള്ളവരുടെ. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം. അപ്പോൾ അവൾക്ക് ദിവ്യയെ വിളിക്കും. ദിവ്യ, ഇതാണ് എൻ്റെ അവസ്ഥ എന്ന് പറയും. അപ്പോൾ ദിവ്യ ഉടനെ പറയും, ഉടനെ ഒരു സാക്ഷി വിട്ടു കൊടുക്കും.
അതാണ് മെൻറ്റർ എന്ന് പറയുന്നത്. നീ കുഞ്ഞിനെ കളയരുത്, കുഞ്ഞൊന്നും സംഭവിക്കത്തില്ല. അങ്ങനെ ആ സമയത്ത് പറയണമെങ്കിൽ നമ്മുടെ കസിൻസ് ഈ ദിവ്യയും ഈ സൗമ്യവുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല, രക്തബന്ധമില്ല. രക്തബന്ധമല്ല ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ ക്രിസ്തു ബന്ധമാണ്. ക്രിസ്തുവിന് നമ്മളോടും അവരോടും എന്ത് ബന്ധമുണ്ട്, അതാണ് ശാശ്വത ബന്ധം എന്ന് പറയുന്നത്. മറ്റൊക്കെ തൽക്കാലം പന്തലിടാനും പെട്ടി വെക്കാനും കഴുകാനും സോക്സ് നമ്മുടെ കയ്യിലിടാനും കുരിശ് പിടിപ്പിക്കാനും വേണ്ടി, പിന്നെ നമ്മുടെ മുഖത്ത് ചത്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് ഈച്ച വരുമ്പോൾ തല്ലി പൊടിച്ചിട്ട് അവിടെ എന്ന് പറഞ്ഞ് നിൽക്കാൻ വേണ്ടി, അതെന്നെ ഒരു കലാപരിപാടിക്ക് വേണ്ടിയുള്ള ആൾക്കാരാണ്. ഇതൊക്കെ വെറുതെയാണ്. 2 ആഴ്ച കഴിയുമ്പോൾ അവരെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ നിലയം വിളിച്ചിട്ട് ചോപ്പിട്ട് നിൽക്കുന്ന ആൾക്കാർ 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർ മിക്കവാറും അടുത്ത കുഴിയാഴ്ചയ്ക്ക് വേണ്ടി അവർ വല്ല ബ്യൂട്ടി പാർലറുമായിരിക്കും മിക്കവാറും. ഞാൻ എത്ര ശവം കണ്ടതാണ്, എത്ര ശവങ്ങളുടെ ബന്ധുക്കളെ കണ്ടതാണ്. നമ്മൾക്ക് ഇപ്പം ഇന്നലെ മോങ്ങിക്കൊണ്ട് തേങ്ങിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ കുഴിയാഴ്ചയ്ക്ക് 10 ബന്ധുക്കൾ വരുമ്പോൾ അവിടെ പന്നി ഇറച്ചിയും പശു ഇറച്ചിയും ഒക്കെ വിളമ്പണ സമയത്ത് വലിയ പോഷായിട്ടുള്ള ആൾക്കാർ വന്ന് എത്ര കാറ് വന്ന് അതിൻ്റെ ബ്രാൻഡ് എന്താണെന്ന് നോക്കത്തുള്ളൂ. ചത്തവൻ ചത്തുപോയി, ബ്രാൻഡിൻ്റെ എണ്ണിയിട്ട് തൻ്റെ സ്റ്റാറ്റസിൻ്റെ സിമ്പിൾ എണ്ണിയിട്ട് കോളർ വരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ മുമ്പിൽ അഭ്യാസം കാണിക്കാൻ വേണ്ടി ബ്യൂട്ടി പാർലറിൽ പോകും. വയലറ്റ് സാരിക്ക് വയലറ്റ് സാരി, അതിന് പറ്റിയ മസ്കാരായി, അതിന് പറ്റിയ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ട് അവരെ വേഷം കിട്ടി അങ്ങോട്ട് വരും. വീഡിയോ ഉള്ളവൻ്റെ മുമ്പ് തിരിഞ്ഞ് നിൽക്കും അവർ. അത് ശവപ്പെട്ടിയുടെ അടുത്ത് പോയി തിരിഞ്ഞിക്കാൻ കാണാൻ ശരിക്കും പറ്റുമോ? മനുഷ്യൻ ഇത്രയേ ഉള്ളൂ. നീ തലയെ കൊണ്ട് നടക്കുന്നവരെ നാളെ നിന്നെ ഇറക്കി വെക്കും, അല്ലെങ്കിൽ നിനക്ക് ഇറക്കി വെക്കേണ്ടി വരും. കർത്താവ് ഒരിക്കലും നിനക്ക് ഇറക്കി വേണ്ടിക്കേണ്ടി വരാത്ത നിന്റെ ബന്ധമാണ് ശാശ്വത ബന്ധം. കൈയടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പൊ ദിവ്യ എന്ത് ചെയ്ത്? ദിവ്യ പറഞ്ഞ് ഈ കുഞ്ഞിനൊന്നും സംഭവിക്കത്തില്ല, നീ കൃപാസനം മാതാവിന് കുഞ്ഞിനെ സമർപ്പിക്കണം, എന്നിട്ട് പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞ്. അപ്പോൾ ഈ 2 പേരും മുടന്തിയവരാണ്. 3 പിഞ്ചു കുഞ്ഞുങ്ങളും ഉണ്ട് അവർക്ക്. ഈ 3 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ മുടന്തനായ ഭർത്താവും മുടന്തനായ ഭാര്യയും ഗർഭിണിയായി വയറും വലിച്ചുകൊണ്ട് ഉടമ്പടി എടുക്കാൻ വരും. പക്ഷെ അവർ മുകളിൽ കയറും, പക്ഷെ ഉടമ്പടി അവർക്ക് എടുക്കാൻ പറ്റത്തില്ല. അവർക്ക് ഇരിക്കാൻ പറ്റണില്ല. അവർക്ക് ഇരിക്കാൻ പറ്റാതെ പകുതി ഉടമ്പടി ക്ലാസ് ആകുമ്പോൾ അവർ ഇറങ്ങി കഷ്ടപ്പെട്ട് വേദനിച്ച് അവർ ഇറങ്ങിപ്പോരും. ഇറങ്ങി നേർച്ച വസ്തുക്കളൊക്കെ മേടിച്ചുകൊണ്ട് പോകും. ബാക്കിയുള്ള ഉടമ്പടി അല്ലാത്ത നേർച്ച വസ്തുക്കൾ കിട്ടത്തില്ലേ, അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. എന്നിട്ട് പിന്നീട് അവരെ ആ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ഈ ദിവ്യയുടെ കൂടെ, അതൊരു മെൻറ്റർഷിപ്പല്ലേ ഉള്ളത്, അവിടെ കൂടെ ഇവളുടെ ഡെസ്റ്റിനേഷനിലേക്ക് അവൾ പോവുകയാണ്. അവൾ അവസാനം ആശുപത്രിയിൽ പോകും, ഓപ്പറേഷൻ നടത്തും. ആ സമയത്തെല്ലാം കുഞ്ഞിൻ്റെ വയറ്റിലെ ആരുടെങ്കിലും വാങ്ങിച്ച് തൈലം പൂശും, പ്രാർത്ഥിക്കും. ഉപ്പ് ഭക്ഷണത്തിൽ അവൾ കഴിക്കും. കൃപാസനം മാതാവിൻ്റെ കാശുരൂപം സൂക്ഷിക്കും. അപ്പോൾ മാതാവിൻ്റെ സാന്നിധ്യം എന്ന് മാത്രമായിട്ട് ഈ കുഞ്ഞിനെ 28 ദിവസം ഇവൾ കാണത്തില്ല. പക്ഷേ കുഞ്ഞ് പ്രസവിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അമ്മ ഈ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞിൻ്റെ ചങ്കിലോട്ട് കയറിയിരുന്ന കുടലിനെ താഴേക്കിറക്കിയിട്ട് നോർമൽ ബോഡിയാക്കി കളയും. അപ്പം അത് കർത്താവ് കൂടെ ഉണ്ടാകും. അതാ കർത്താവിന് വേണ്ടി ഒരു കാര്യം വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇട്ടച്ചും പോയാലും കർത്താവ് ഇട്ടച്ചും പോകത്തില്ല. അത് കർത്താവ് ചെയ്യും. പക്ഷെ ചെയ്യുമെങ്കിലും ചെറിയ ഒരു ബ്ലീഡിങ് വരും ഉള്ളിൻ്റെ ഉള്ളിൽ. അതായത് അകത്തെ വാൽവിൽ ഒരു ചേഞ്ചിങ് വന്നിട്ട് ചെറിയ ഒരു ബ്ലീഡിങ് വരും. അതായത് അത് 28 ദിവസം ഇങ്ങനെ അവർ വെന്റിലേറ്ററല്ല ICUവിൽ കിടക്കും. അപ്പോൾ 28 ദിവസം കുഞ്ഞിനെ കാണാൻ പറ്റത്തില്ല അവർക്ക്. അപ്പോൾ 28 ദിവസം ട്രീറ്റ്മെൻറ്റിൽ കിടക്കുമ്പോൾ കാശുരൂപം മാത്രം കുഞ്ഞിൻ്റെ തൊട്ടിൽ വെച്ച് കൊടുക്കും മാതാവിൻ്റെ. അമ്മയോട് പറയും, അമ്മേ എനിക്ക് കുഞ്ഞിനെ കാണാൻ പറ്റത്തില്ല, പക്ഷേ അമ്മയ്ക്ക് കുഞ്ഞിനെ കാണാൻ പറ്റും. അമ്മയെ കുഞ്ഞിനെ സുഖപ്പെടുത്തി എനിക്ക് 4ാമത്തെ കുഞ്ഞായിട്ട് തിരിച്ചു തരണമെന്ന് പറയും. അപ്പം ഇങ്ങനെ ഓരോ സമയത്തും നല്ല മെൻറ്ററെ പോലെ ഈ ദിവ്യ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഭർത്താവും അവരെ ഒരേ ഭർത്താവിന് അവളുടെ ഹെൽത്ത് ഉദ്ദേശിച്ചിട്ടാണ് അയാളങ്ങനെ പറഞ്ഞതെങ്കിലും ആ വിശ്വാസ പ്രഖ്യാപനത്തിൽ കുടുംബം മൊത്തമായിട്ട് വിജയിക്കും. കുഞ്ഞിനെ ജീവനോടെ കിട്ടിയിട്ട് അവർ കഴിഞ്ഞ ദിവസം ഇവിടെ ഒന്ന് സാക്ഷ്യം പറയും. അതിനകത്ത് ഒന്ന് കഴിഞ്ഞ വലിയ ശനിയാഴ്ച വന്ന ഒരു സാക്ഷ്യമാണ്. 1 കൊല്ലം ദൈവം അവരിൽ പ്രവർത്തിച്ചിട്ട് ദൈവം ആ ഫയൽ ഭയങ്കരമായിട്ട് നല്ല ക്ലിയറായിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്, ഭംഗിയായിട്ട് ക്ലോസ് ചെയ്യുന്നു. അവർ സുവിശേഷത്തിന് വലിയ സാക്ഷികളായിട്ട് അവരെ മാറ്റുന്നു. പക്ഷെ അവിടെ വരണത് ഇക്കാലങ്ങളിൽ നമ്മൾ കണ്ടിരിക്കുന്നത് ഈ വീണു പോകുന്ന ആൾക്കാരെ ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുന്ന അതിനാണ് മെൻറ്റർ എന്ന് പറയണത്. ഉടമ്പടിയിലെ പ്രഖ്യാപിതമായ ദൈവദൗത്യമാണ് മെൻറ്ററിങ് എന്ന് പറയുന്നത്. മരിയൻ മെൻറ്റർ.
അതായത് ക്രിസ്തുവിലെ ഒരാളെ താങ്ങി നിർത്തുക, വിശ്വാസ വീഴ്ചകളിൽ വീണു പോകാതെ നിലനിർത്തുക, ക്രിസ്തുവിനെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. ഇങ്ങനെയുള്ള ഒരു വലിയ നടപടിക്രമമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. മാതാവ് പ്രത്യക്ഷപ്പെടുന്ന രീതിയിലും ഉടമ്പടി പ്രാർത്ഥന നൽകുന്ന രീതിയിലും അതിൽ 10,000 സാക്ഷ്യം വഹിച്ചുകൊണ്ട് ദൈവത്തെ കൈമാറ്റി മാറുന്ന രീതിയിലേക്ക് ഉയർത്തിയതിൻ്റെ പേരിൽ ഈ മെൻറ്ററിങ് ആവുള്ളത്. എന്താ, ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഒക്കേഷൻ പ്രൊമോട്ടറായിട്ട് ദേവിളിയുടെ പ്രൊമോട്ടർ അവിടെ വരും. അങ്ങേരെന്ന് പറഞ്ഞ വാക്ക് ബോർഡിൽ എഴുതിയിട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, നിങ്ങൾ ലോകം മുഴുവനും പോകണം, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. അപ്പോൾ ഞാൻ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുകയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളിലും ഫ്രണ്ട് ബെഞ്ച്, ചെറിയ പൊക്കമായി ഇല്ല, ആരോഗ്യമില്ലാത്ത കൊണ്ട് എപ്പോഴും ഞാൻ ഫ്രണ്ടിലാണ് ഇരിക്കണത്. ബാക്കിൽ പോയ പിള്ളേർ തള്ളി തന്നെ മാറ്റോടുന്ന് അവിടെ ഞാൻ പിന്നെ മുമ്പിൽ തന്നെ വന്നിരിക്കും എല്ലാ കാര്യങ്ങളിലും. അപ്പോഴേ അവിടെ ഞാൻ ആദ്യം കണ്ട വാക്കാണ് നിങ്ങൾ. അന്ന് എനിക്ക് വചനമൊന്നും അറിയാൻ പാടില്ല. അന്ന് വചനം മലയാളത്തിലാക്കിയിട്ടുമില്ല. ഏവങ്കേലി എന്ന് പറഞ്ഞ് ബൈബിളിൽ പള്ളിയിലൊരു പുസ്തകമുണ്ട്, അത് നമുക്കൊന്നും വായിക്കാൻ കിട്ടത്തില്ല. അപ്പോഴേ ആ ഒരു കാലമായിരുന്നു 66 മറ്റേ കാലം. അപ്പം നിങ്ങൾ ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതാണ് ഇങ്ങനെ കർത്താവിനെ എല്ലാവരെയും അറിയിക്കണമെന്ന്. അത് എനിക്കറിഞ്ഞിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ തന്നതല്ല, ദൈവം മനഃപൂർവ്വം ഇടിച്ചു കുത്തി എൻ്റെ മനസ്സിലോട്ട് ഇറക്കി തന്നതാ. ഇതാണ് നിൻ്റെ വഴി, നീ ഇതിലേ പോകാൻ പറഞ്ഞത്. പിന്നെ ഞാൻ 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ യേശുദാസ് അച്ഛൻ വന്ന് IMS മരിച്ചു പോയിപ്പോൾ അദ്ദേഹം വന്ന് ബോർഡ് എഴുതിയ വാക്കാണ്, വിളവ് അധികം വേലക്കാരോ ചുരുക്കം. വിളവിൻ്റെ വയലിലേക്ക് വേലക്കാരെ വിളിക്കാനും പ്രാർത്ഥിക്കണം. അപ്പോഴും കർത്താവിൻ്റെ വേലക്കാരനാകണം എന്നുള്ള ചിന്ത. അത് ഞാൻ മൈനസമേരി ചേർന്നിട്ട് എൻ്റെ പഴയ നോട്ട് പുസ്തകങ്ങളുടെ ബാക്കി 10ാം ക്ലാസ്സിൽ പഠിച്ച് എഴുതി മാറ്റിയതിൻ്റെ ബാക്കി എല്ലാ നോട്ട് പുസ്തകത്തിൻ്റെ ബാക്കിൽ 5-8 പേജ് എഴുതാത്തതുണ്ടാവും. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അതെല്ലാം കുത്തി കെട്ടിയെടുത്ത് ഓണത്തിന് പോയപ്പോൾ ആ പഴയ നോട്ട് ബുക്കിലെ പേജുകളെല്ലാം കുത്തിയെടുത്ത് ബ്ലേഡ് കൊണ്ട് മുറിച്ചെടുത്തിട്ട് അതിന് തന്നെത്താൻ ഒരു ബൈൻഡൊക്കെ ഒപ്പിച്ച് ഒരു നോട്ട് ഡയറി പോലെ ഞാൻ സൂക്ഷിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യം പേജ് എഴുതിയിരിക്കണ ഇതാണ്, ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അന്ന് പ്രേക്ഷിത വിഷൻ സൺഡേക്ക് ലേഖനം എഴുതിയതും ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചാണ്. പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ആ പ്രേക്ഷിത പ്രവർത്തനമാണ് ഇന്ന് ഉടമ്പടിയിലൂടെ ദൈവം നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കുന്നത്. ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. അത് ദൈവം ആദ്യം നമുക്ക് തന്നതാ. വിശ്വാസത്തിൽ ആടി നിൽക്കുന്നവരെ ഉറപ്പിക്കുക, വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം കൊടുക്കുക. ദിവ്യ അതാണ് ചെയ്തത്. അവരുടെ പാദങ്ങളെക്കുറിച്ചാണ് പറയണത്. മലമുകളിൽ അത് സുന്ദരമാണെന്ന്. ആ മലമുകളെന്ന് പറഞ്ഞാൽ ജെറുസലേം മലമുകളാണ്. ജെറുസലേം മലമുകളെന്ന് പറഞ്ഞാൽ സ്വർഗീയ മലമുകളാണ്. സ്വർഗത്തിലൂടെ പാദങ്ങൾ തിളങ്ങണം എന്നാണ് പറയണത്.